പാർത്ഥ, ഈ പുഷപ്പും പുള്ളപ്പും ഒക്കെ കേട്ടിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്താൽ പോലീസ് പിടിക്കുമോ? പുഷപ്പും പുള്ളപ്പും ചെയ്താൽ പോലീസ് പിടിക്കുമോ എന്നുള്ളത് ഇവിടുത്തെ നിയമപ്രകാരം അതൊരു എന്താണ് കുറ്റമല്ല. പക്ഷെ അത് മാന്യമായി ചെയ്യേണ്ടത് ചെയ്യണം. 800 മീറ്റർ ഉയരമുള്ള ഒരു പാറക്കെട്ടിൽ നിന്ന് വൈറലാവാൻ വേണ്ടിയിട്ട് പുഷപ്പും പുള്ളപ്പും എടുത്തു തൂങ്ങിയാടി വീഡിയോ എടുക്കുവാണ്. ഇത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. അപ്പോൾ കണ്ട ആൾക്കാരെല്ലാം തന്നെ പോലീസിനെ മെൻഷൻ ചെയ്തിട്ട് പറഞ്ഞു, പണിയും കിട്ടി. ഇപ്പം പിള്ളേരുടെ ഒരു ട്രെൻഡാണ് എന്ത് ചെയ്തും വൈറലാവുക. സോഷ്യൽ മീഡിയയിൽ, ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും എല്ലാം റീൽസ് ഉണ്ടാക്കുക, എന്ത് ചെയ്തിട്ടും. അങ്ങനെ ചെയ്ത് അപകടങ്ങളിലേക്ക് പോകുന്നത് ഇപ്പോൾ ഒരുപാട് വാർത്തകളാണ് ഇപ്പം നമ്മൾ ഈ അടുത്ത ദിവസങ്ങളിലായി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വാർത്ത അറിഞ്ഞായിരുന്നോ? ഈ ബംഗളൂരുവിനടുത്ത് അവലബെട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് ആ മലയിലേക്ക് പ്രവേശനം നിരോധിച്ചിരിക്കുകയാണ്, അപകടകരമായതുകൊണ്ട് തന്നെ. അവിടെ അനുമതിയില്ലാതെ ഈ പിള്ളേർ പോയി തൂങ്ങിയാടി പുഷപ്പും പുള്ളപ്പും എടുത്ത് വീഡിയോ എടുത്തു. അത് ഇപ്പം പറഞ്ഞില്ലേ, ഈ ബംഗളൂരിലെ അബലബെട്ട മലമുകളിലാണ് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അവിടെ ഉള്ളൊരു പാറയിൽ, ഏകദേശം 800 മീറ്റർ ഉയരമുള്ള പാറയിലാണ് ഒരു യുവാവ് തൂങ്ങിക്കിടന്നുകൊണ്ട് തൻ്റെ കഴിവ് ലോകത്തെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഈ കാര്യം ചെയ്തത്. അതിന് വീഡിയോ എടുത്ത് സഹായിക്കുന്ന വേറെ ഏതോ ഒരു ഫ്രണ്ട് ഉണ്ട്. ആരായാലും എന്തായാലും അവർ ചെയ്യുന്നത്ര ദ്രോഹം വേറൊന്നും ഇല്ല എന്ന് പറയാം. കാരണം വീട്ടിൽ നിന്ന് സ്വന്തം അച്ഛനും അമ്മയും എത്രത്തോളം കഷ്ടപ്പെട്ടാണ് ഒരാളെ വളർത്തിയെടുക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം ചിന്തിക്കണം. ഒരാൾക്ക് വ്യക്തിപരമായ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട്, വ്യക്തിപരമായ ഒരുപാട് സ്വാതന്ത്ര്യങ്ങൾ, നമുക്ക് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ഇതൊരു സമൂഹത്തിന് കൊടുക്കുന്നത് തെറ്റായ ഒരു സന്ദേശമാണ് കൊടുക്കുന്നത്. കാരണം ഇങ്ങനെ പോയി ചെയ്താൽ അത് ഒരു ബുദ്ധിമുട്ടുമില്ല, എന്നിട്ട് ഞാനിത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ എത്രയോ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സ് വരുന്നു, താരമാകുന്നു എന്നുള്ളൊരു ചിന്താഗതിയിൽ നിന്നാണ് ഇത്തരം ഒരു കാര്യം വരുന്നത്. പക്ഷേ ഒന്ന് കൈവിട്ടു പോയിരുന്നെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ്. അതായത് ആ ഒരു യുവാവിൻ്റെ ജീവിതവും അങ്ങോട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മൊത്തം അവതാളത്തിലാവും. ഇനി മരിച്ചു പോകാതെ കിട്ടിയിരുന്നുവെങ്കിൽ പോലും നട്ടെല്ല് പൊട്ടുകയോ അതുപോലുള്ള ഗുരുതരമായ പരിക്കുകളോടെ ജീവച്ഛവമായിട്ട് കിടക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ആ യുവാവ് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയില്ല. അവർക്ക് ആകെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, ഫോളോവേഴ്സിനെ കൂട്ടുക, റീൽസിന്റെ വ്യൂവേഴ്സ് കൂട്ടുക, ലൈക്ക് കൂട്ടുക, കമന്റ്സ് കിട്ടുക. ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ. ഇതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല. ഈ നമ്മുടെ ഇന്ത്യയിൽ ഒരുപാട് സ്ഥലത്ത്, മഹാരാഷ്ട്രയിൽ ഒരു ഇൻഫ്ലുവൻസർ, അവര് ശ്വേത ദീപക് എന്നാണ്, അവർ കാർ ഓടിച്ചു പോയി 300 അടി താഴ്ചയിലേക്ക് മറിഞ്ഞു. അവര് ഒരു റീൽസിന് വേണ്ടി, ഒരു റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയി, അവരുടെ ജീവൻ നഷ്ടമായി. അവർ ഇത്രയും നാള് ചെയ്ത പ്രവർത്തികൾ അവർക്ക് വെറുതെ ആയില്ലേ. പിന്നെ അതുപോലെ വേറെ ചില സംഭവങ്ങളുണ്ട്. തീർച്ചയായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. കാര്യം മാധ്യമങ്ങൾ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സംഭവങ്ങളുടെ ലിസ്റ്റ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റും. കാരണം ഈ യുവത്വത്തിന്റെ ഒരു ചോരത്തിളപ്പ് എന്നൊക്കെ പറയുന്ന ഒരു സംഭവമുണ്ട്. അപ്പം നമ്മുടെ ബ്രെയിനിന്റെ ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഞാൻ എന്ത് ചെയ്താലും ഞാൻ രക്ഷപ്പെടും, അല്ലെങ്കിൽ ഇതിനൊരു മറുവശം ഉണ്ട് എന്നുള്ളത് ചിന്തിക്കാതെ ഇതിൻ്റെ പോസിറ്റീവ് വശം മാത്രം ചിന്തിച്ചുകൊണ്ടാണ് ഇത്തരം അപകടകരമായ സ്ഥലങ്ങളിലേക്ക് ഇവർ ഇറങ്ങുന്നത്. അപ്പോൾ എല്ലായിടത്തും ആത്മവിശ്വാസം നമ്മൾ രക്ഷപ്പെടുത്തിക്കൊള്ളണമെന്നില്ല. കാരണം ആത്മവിശ്വാസം രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ യുക്തിയും കൂടെ അതിൻ്റെ കൂടെ ചേരുമ്പോൾ സമയത്താണ്. അപ്പോൾ ആ യുക്തി ഇവർ നഷ്ടപ്പെടുത്തി കളയുന്നു എന്നുള്ളതാണ്. കാരണം ഈ പാറയുടെ മുകളിൽ നിന്ന് ഇങ്ങനെ തൂങ്ങുന്ന സമയത്ത് ഒന്ന് കൈവിട്ട് പോയാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. കാരണം ഈ അടുത്ത് പാലക്കാട് കുമ്പാച്ചി മല എന്ന് പറയുന്ന മലയുടെ മുകളിലേക്ക് കയറിയിട്ട് തിരിച്ചിറങ്ങാൻ പറ്റാതെ ബാബു എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ അവിടെ കുടുങ്ങുകയും ആ പയ്യനെ താഴെ ഇറക്കാൻ വേണ്ടി കേരളത്തിലെ പോലീസ്, ഫയർഫോഴ്സ്, അതുപോലെ തന്നെ NDRF സംഘം, നേവി, ഇത്തരം ആളുകളുടെ എല്ലാം സഹായം വേണ്ടി വന്നു. നേവി അല്ല, എനിക്ക് വ്യോമസേനയോ നേവി എന്തോ ആളുകളുടെ ആർമിയുടെ സഹായം വേണ്ടി വന്നു. എത്ര രൂപയാണ് ഈ അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന് ഈ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് എടുത്തു കൊടുക്കേണ്ടി വന്നതെന്നറിയോ? അപ്പോൾ ഇവരൊക്കെ ആ സമയത്ത് നിരവധി വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഈ ബാബുവിന്. നിരവധി വിമർശനങ്ങൾ ബാബു നേരിട്ടു. കാരണം അയാൾ എന്തിനാണ് ആ നിരോധിത മേഖലയിലേക്ക് പോയത്, ഇത്രയും പേരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി അയാൾ എന്തിനാ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് നല്ല രീതിയിൽ വിമർശനം നല്ല രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. പിന്നെ അതിന്റെ പുറകിൽ എന്തൊക്കെയോ ചില കാരണങ്ങളുണ്ട് എന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്നിരുന്നാൽ പോലും ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അതിനെ അനുകൂലിച്ചുകൊണ്ട്, അതായത് അതിൻ്റെ അടിയിൽ വരുന്ന ചില കമന്റുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാനും കഴിയുകയുള്ളൂ, അവരൊക്കെ ജീവിക്കട്ടെ, അവരൊക്കെ നിന്ന് കാണിക്കട്ടെ, നിങ്ങളൊക്കെ വീട്ടിനുള്ളിൽ ഇരിക്കുകയല്ലേ എന്നൊക്കെ കുറേ കമന്റുകൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു ജീവനാണ് നഷ്ടപ്പെടുന്നത്. നമ്മൾ നോക്കൂ, ഇപ്പം നമ്മുടെ എറണാകുളത്ത് ടൗണിൽ ഒരു വണ്ടി തട്ടിയാൽ പോലും ഒരാൾ റോഡ് കിടക്കുന്ന ആ സ്പോട്ടിൽ നമ്മളെടുത്ത് ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. രക്തം കൊടുക്കാനില്ലെങ്കിൽ നമ്മൾ ആളുകളെ വിളിച്ച് സന്നദ്ധ സംഘടനകളെയോ മറ്റാളുകളെയോ ഒക്കെ വിളിച്ചുകൊണ്ട് ബ്ലഡ് കൊടുക്കുന്നു. ഒരു ജീവൻ രക്ഷിക്കാൻ എത്രമാത്രം
എത്രമാത്രമാണ് നമ്മൾ കഷ്ടപ്പെടുന്നത്. ആ ജീവനെ സുഖസുന്ദരമായി കൊണ്ടുപോയി ഹോമിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ പറയാം എൻ്റെ ജീവനല്ലേ, നിങ്ങൾക്ക് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. പക്ഷെ ഉണ്ട്, സമൂഹത്തിന് കൂടി ബാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിന്റെ വേറൊരു വശം എന്താ, ഇപ്പൊ ഈ വരുന്ന തലമുറ എല്ലാം ഫോണിലാണ്. ഒരു ഫാമിലി ഗെറ്റ് ടുഗദറിൽ പോലും ആർക്കും തമ്മിൽ സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ഇങ്ങനെ കുഞ്ഞു ഫോണിൽ നോക്കി ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണുള്ളത്. മറ്റേ കുട്ടികൾ എങ്ങനെയായിരുന്നു നേരത്തെ എല്ലാം, അവർ കുട്ടികൾ തമ്മിൽ മിങ്കിൾ ചെയ്ത് അവർ കളിച്ച് രസിച്ച് ഈ ചുറ്റുമുള്ള കാര്യങ്ങൾ അവർ അറിയുമായിരുന്നു. ഇപ്പൊ ഒന്നുമില്ല. ഇപ്പൊ ആകെ ഉള്ളത് സോഷ്യൽ മീഡിയ യുഗമാണ്. അത് മാത്രമാണ് ഇപ്പൊ നടക്കുന്നത്. അല്ല, സത്യമാണ് കാര്യം. ചെറുപ്പ കാലഘട്ടങ്ങളിൽ നമ്മളൊക്കെ, എൻ്റെയൊക്കെ ചെറുപ്പ കാലഘട്ടം, ഇപ്പോൾ ചേച്ചിയുടെ ചെറുപ്പ കാലഘട്ടങ്ങളിൽ കൂടുതലായിരിക്കും. കാരണം ഞാൻ ഈ എന്താണ് ഈ 90 അവസാനത്തിലാണ്. അപ്പോൾ 90s അവസാനത്തിൽ ജനിച്ച ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് പോലും നമ്മൾ എന്താണ് കുളത്തിൽ പോയി കുളിക്കാറുണ്ട്, അതുപോലെ തന്നെ ക്രിക്കറ്റ് കളിക്കാറുണ്ട്, ഫുട്ബോൾ കളിക്കാറുണ്ട്. ഇനി അതല്ലാതെ ഈ വണ്ടി ചെരുപ്പിൻ്റെ മുകളിൽ ഇത് കെട്ടിവെച്ചിട്ട് വണ്ടി ഒന്നി കളിക്കാറുണ്ട്. എല്ലാ കളിയും നമ്മൾ കളിക്കാറുണ്ട്. പക്ഷേ അവിടെയൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ജ്ഞാനമുണ്ട്, ഒരു അറിവുണ്ട്. മണ്ണിൽ നിന്ന് കളിക്കുന്ന സമയത്ത് പ്രായോഗിക ബുദ്ധി അവിടെ വളർന്നു വരുന്നുണ്ട്. അവിടെ എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണമെന്നൊരു നിർദ്ദേശം കൂടി അവിടെ നിന്നുള്ള ആളുകളുടെ സൈഡിൽ നിന്ന് ആളുകളോട് മിങ്കിൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള യൂത്ത് എന്ന് പറയുന്നത് എല്ലാ യൂത്തും മോശക്കാരാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കാരണം ഫോണിൽ കൂടെ ജീവിക്കുകയും ട്രെൻഡിങ് ആയി മാറാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആളുകൾ വേറൊരു തലത്തിലാണ് അവരുടെ. അതെ, ഒരു എന്താണ്, ഒരു സൈക്കിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. അത് നമ്മൾ അങ്ങനെ തന്നെ ഭ്രാന്തമായ രീതിയിൽ റീല് ചെയ്തുകൊണ്ട് എങ്ങനെയെങ്കിലും ഫേമസ് ആകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവർക്ക് യാതൊരു ഭയവുമില്ല. കാരണം ഞാനൊക്കെ ഇപ്പോൾ ഒരു വലിയ കെട്ടിടത്തിൻ്റെ മുകളിൽ പോയി ഒന്ന് താഴോട്ട് നോക്കി എനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ തല കറങ്ങും. അങ്ങനെയാണ് അതിൻ്റെ. പക്ഷെ അങ്ങനെ തല കറങ്ങാത്ത ആൾക്കാരുണ്ടായിരിക്കാം, തൂങ്ങി നിൽക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഇത് നേരത്തെ പറഞ്ഞതുപോലെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു എന്താണ് സന്ദേശം എന്ന് പറയുന്നത് വലിയ തെറ്റായ സന്ദേശമാണ്. ഇത് കണ്ടാണ് നാളെയുള്ള കുഞ്ഞുങ്ങളായ ആളുകൾ ഈ റീല് കാണുകയും ഓക്കെ എൻ്റെ വീടിൻ്റെ വാർപ്പിൻ്റെ മുകളിൽ തൂങ്ങിയിടുന്നതുകൊണ്ട് ഞാനൊരു റീൽ എടുക്കട്ടെ എന്ന് വിചാരിക്കുമ്പോൾ ആ കുട്ടി താഴേക്ക് പോയി കഴിഞ്ഞാൽ അതിൻ്റെ മാതാപിതാക്കൾക്ക് എത്ര കാലമാണ് ആ കുട്ടിയുടെ ആ ജീവച്ചവം പോലെ കിടക്കുന്ന കുട്ടിയെയും കൊണ്ട് സംരക്ഷിച്ചിരിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് ഞാനിങ്ങനെ ആലോചിച്ച കാര്യം. പിന്നെ ചേച്ചി വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയോ, ഈ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ എറണാകുളത്തും അതുപോലെ തന്നെ കോഴിക്കോടും ഒക്കെ നോക്കുമ്പോൾ വലിയ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് ഈ തലയിൽ എന്താണ് മെറ്റലും സിമെൻറ്റും ചാക്കൊക്കെ ചുമന്നുകൊണ്ട് മുകളിലേക്ക് കയറിപ്പോകുന്ന ആളുകളുണ്ട്. അതുപോലെ തന്നെ വലിയ മുള കെട്ടി വെച്ചുകൊണ്ട് അതിൻ്റെ മുകളിൽ നിന്ന് പെയിൻ്റ് അടിക്കുന്ന ആൾക്കാരുണ്ട്. ഈ ആളുകളൊക്കെ ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ടെങ്കിൽ അത്രയും വലിയ കെട്ടിടത്തിൻ്റെ മുകളിലൊക്കെ നിന്നാണ് അവർ ഈ പെയിൻ്റ് അടിക്കുന്നതൊക്കെ. ഒരു അവർ റോപ്പ് കെട്ടിയിട്ടുണ്ടാവും, കാര്യങ്ങളുണ്ടാവും, ഒരു വെയിലത്തായിരിക്കും ഇവരിതൊക്കെ ചെയ്യുന്നത്. അത് അന്നത്തെ അന്നത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ കാര്യം ചെയ്യുന്നത്. ഇവർ ചെയ്യുന്നതും ഒരുപോലെ തന്നെയാണ്. ഒരു റോപ്പിന്റെ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ ചെയ്യുമ്പോൾ സേഫ്റ്റി മെഷേഴ്സ് ഉപയോഗിക്കുകയും അവർക്ക് കാലങ്ങളായുള്ള ആ ഒരു പരിശീലനമുണ്ട്. അറിവിന് വേണ്ടിയും അല്ലെങ്കിൽ എന്താണ് അവര് ആ ഒരു അറിവിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവരത് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്ത് ജീവിക്കുന്ന ആളുകളുള്ള സമൂഹത്തിലാണ് ഇത്തരത്തിൽ നേരം പോക്കിന് വേണ്ടി തൻ്റെ വീട്ടിലെ അമ്മയെയോ അച്ഛനെയോ തൻ്റെ പ്രിയപ്പെട്ടവരെയോ ഒന്നും ആലോചിക്കാതെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലോകത്ത്, ഇൻസ്റ്റഗ്രാമിന് മാത്രമല്ല സോഷ്യൽ മീഡിയയുടെ ഈ വൈറൽ ലോകത്തേക്ക് ചെന്ന് കയറി കൊടുക്കുന്നത്. ഇപ്പോൾ പലതരത്തിലുള്ള ഗെയിമുകളുണ്ട്. ആ ഗെയിമുകളിലൊക്കെ എന്താണ് സംഭവിക്കുന്നത്, കൊടുക്കുന്ന നിർദ്ദേശം ചാലഞ്ചുകളുണ്ട്. ഗെയിമിൽ പല ചാലഞ്ചുകൾ കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഓസ്ട്രേലിയയിൽ കണ്ട ഒരു ആൾക്ക് ഡിയോഡ്രന്റ് വലിച്ചു കയറ്റുക, മൂക്കിൽ വലിച്ചു കയറ്റുക, അങ്ങനെ ഒരു ചാലഞ്ച് കൊടുത്തു. ആ ചാലഞ്ച് എടുത്തിട്ട് ഹൃദയാഘാതം ഉണ്ടായി. ഇതാണ് മനുഷ്യനെ കൊല്ലുന്ന ഗെയിമുകളാണ്. കാരണം 1 or 2 ഘട്ടം കഴിഞ്ഞ് 4ാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മനുഷ്യൻ കൊല്ലപ്പെടുന്നത്. അപ്പൊ ചെറിയ കുട്ടികളാണ് മരിച്ചു പോകുന്നത് പലരും. കാരണം പലതരത്തിലുള്ള ചാലഞ്ചുകൾ ഏറ്റെടുത്ത് 20 വയസ്സായ ഒരു പയ്യൻ തെലങ്കാനയിൽ മൂർഖനെ കടിച്ചു. റീൽസ് എടുക്കാം, വീഡിയോ എടുക്കാം. മൂർഖനെ കടിച്ചു വീഡിയോ എടുത്തു. മൂർഖന്റെ കടിയേറ്റ് തന്നെ അവൻ മരിച്ചു. അതിപ്പോ അടുത്ത ദിവസമാണ് അത് സംഭവിച്ചത്. കാരണം മൂർഖനെ കടിച്ചിട്ട് അത് വയറിലേക്ക് ഇറക്കി, വായിൽ കൂടി അങ്ങ് അകത്തേക്ക് ഇട്ടുന്നാണ് പറയുന്നത്. അപ്പൊ മൂർഖൻ എന്താണ്, മൂർഖൻ ഇങ്ങനെ സുഖിച്ചിരിക്കുമെന്നല്ല, നല്ല കടി കടിച്ചു, ഈ പയ്യൻ തട്ടിപ്പോയി. അപ്പം ഇത്തരത്തിലുള്ള വിവരമില്ലാത്ത ചിന്തകൾ. അതുപോലെ തന്നെ ഒരു മൂർഖനെ ഇങ്ങനെ പിടിച്ചിട്ട് മൂർഖന്റെ തലയുടെ പടത്തിന്റെ തൊട്ട് മുകളിൽ ഉമ്മ കൊടുക്കുന്ന ഒരു പയ്യന്റെ റീൽ ഉണ്ടായിരുന്നു. ഒരു തവണ ഉമ്മ കൊടുത്തു, 2ാമത്തെ തവണ ഉമ്മ കൊടുക്കാൻ പോകുമ്പോഴത്തേക്ക് മൂർഖൻ തിരിച്ചു മോഹിച്ചു. അതോടുകൂടി ആ കാര്യം അങ്ങനെ എന്തായി, ബുദ്ധിമുട്ടിലായി. ഇപ്പം അതിനൊക്കെ ആളുകൾ ചോദിക്കുന്ന ഒരു ന്യായമുണ്ട്. ഈ കയാക്കിംഗ് പോലുള്ള പിന്നെ എന്താണ് സ്പോർട്സ് ഐറ്റങ്ങളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കാറുണ്ടല്ലോ എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അവിടെയാണ് ഈ കയാക്കിംഗ് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് ചെന്നോ 2 പേർ ചെന്നോ ചെയ്യുന്നതല്ല. അതൊരു വലിയ സന്നാഹത്തിന്റെ പുറത്ത് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും
എല്ലാം കൂടെ ചേർന്നുകൊണ്ട് സ്പോർട്സ് അതോറിറ്റിയും എല്ലാം കൂടി ഉത്തരവാദിത്വത്തോടു കൂടി എല്ലാവിധ സേഫ്റ്റി പിന്നെ മെഷീനറികളും ചേർത്ത് വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതിനെയൊക്കെ എടുത്താണ് ഇവർ ഉദാഹരിക്കുക. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിൽ എന്താണ്, ഏത് എൻ്റെ കൈ തെറിച്ചു പോയാലും കണ്ണ് തെറിച്ചു പോയാലും പോലെ പ്രശ്നമില്ല, എനിക്ക് എന്താണ് വൈറലാകണം എന്നുള്ള ഒരു ചിന്തയിൽ പുറത്താണ്. 2 പെൺകുട്ടികൾ, അത് 3 പേര് ചേർന്ന് പുഴയിൽ പുഴ കാണാൻ പോയി. 2 പേര് പുഴയുടെ ഉള്ളിലേക്ക് പോയി ഫോട്ടോ എടുക്കുമായിരുന്നു, സെൽഫി എടുക്കുമായിരുന്നു. മറ്റു കൂട്ടുകാരെ നോക്കി നിൽക്കവേ ആ 2 പെൺകുട്ടികൾ പുഴയിൽ താഴ്ന്നു പോവാണ്. അവിടെ മീൻ പിടിക്കാൻ വന്ന ആൾക്കാർ പറയണം അങ്ങോട്ട് പോവരുത്, അത് പന്തിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് തന്നെ അവിടെ കൺവെട്ടത്ത് കയ്യെത്തും ദൂരത്ത് അത് ആലോചിച്ചു ആ മറ്റേ കുട്ടിയുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്ന്. അത് കഴിഞ്ഞിട്ട് ഇത് ചെയ്യുന്നത് വരെ അവർ ആവേശത്തിലാണ്. പക്ഷെ ഇത് സംഭവിച്ച് കഴിയുമ്പോഴാണ് അവർ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അല്ല, ഇത് പൊതുസമൂഹത്തിൽ എല്ലാവരും വളരെ ഗൗരവത്തോടെ ചർച്ചക്കെടുക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം നമ്മളുടെ കുട്ടികൾ എന്ത് ചെയ്യുന്നു, കുട്ടികൾ മാത്രമല്ല യൂത്ത് ആയാലും ഇപ്പം ഇതിൻ്റെ ഭ്രാന്തുള്ള കുറേ അധികം മുതിർന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്ത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി ആലോചിക്കണം. ഇപ്പം വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് ഞാൻ അവിടെ പോയ ഒരാളാണ്. അപ്പം എത്രയോ നൂറുകണക്കിന് മനുഷ്യരുടെ കൈയും കാലും ഒക്കെ മണ്ണിനടിയിൽ പുതഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് നമ്മൾക്ക് തന്നെ ഭ്രാന്തായി പോകുന്ന ഒരു അവസ്ഥയുണ്ട്. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ എന്ന് മനസ്സിലാവുന്ന ഒരു അവസ്ഥയുണ്ട്. വല്ലാത്തൊരു കാഴ്ച. അതെ, ഈ മണ്ണും പാറക്കെട്ടും ഒക്കെ വന്ന് അടിഞ്ഞിട്ട് ശ്വാസം കിട്ടാതെ അതിൻ്റെ ഉള്ളിൽ കിടന്ന് പെടയുന്ന മനുഷ്യനെ മരിച്ചുപോയ മനുഷ്യനെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം കൂടി വന്ന് ചേർന്നിട്ട് ഇത്രത്തോളം എന്താണ് മണ്ണ് വന്ന് അടിഞ്ഞിട്ട് അതിൽ നിന്ന് അവസാനം ജീവന്റെ രക്ഷാപ്രവർത്തകരെത്തുമ്പോൾ ഇത്രയോളം മണ്ണ് മൂടി കിടക്കുകയാണ്. ആ കുഴിച്ചെടുത്ത ആ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ച രക്ഷാപ്രവർത്തകരെ അവിടെ കാണാൻ പറ്റിയിട്ടുണ്ട്. അവിടെ അയാൾ ഒരു സാഹസികത്തിനാണ്, അയാൾ പിടിച്ചു നിന്നു അത്രയും സമയം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ലോകത്താണ് നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാൻ എങ്ങനെയെങ്കിലും നമുക്ക് പറ്റാവുന്നതിന്റെ മാക്സിമം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയം. ശിരൂരിൽ അർജുനന്റെ ട്രക്ക് അപകടത്തിൽപ്പെട്ടു. ആ അർജുനന് വേണ്ടി നമ്മൾ എല്ലാവരും പ്രാർത്ഥിച്ചു. എല്ലാവിധ ചെയ്യാൻ പറ്റുന്നൊക്കെ നമ്മൾ ചെയ്തു. പൂർണ്ണമായും ചെയ്തു എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ ചെയ്യാവുന്നതെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈശ്വർ മൽപേ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ എന്താണ് ചെയ്തത്, അവിടെ വന്നിട്ട് ആ ഒരു അയാളുടെ സ്വന്തം റിസ്കിൽ ആ പുഴയിലേക്ക് ഇറങ്ങി റോപ്പ് കെട്ടി പുഴയിലേക്ക് ഇറങ്ങി മുങ്ങൽ വിദഗ്ധനാണ്. പുള്ളിക്ക് പല തവണ പല അപകടങ്ങളെ നേരിടേണ്ടി വന്നു. ഈ സമയത്ത് പുള്ളി എടുക്കുന്ന ഒരു സാഹസികതയുണ്ട്. അത് മറ്റൊരു മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് ആ പുള്ളി അത് ചെയ്യുന്നത്. അതും ഈ സുരക്ഷാ കാര്യങ്ങളൊക്കെ കൃത്യമാക്കിയതിന് ശേഷമാണ് പുള്ളി അത് ചെയ്യുന്നത്. അവിടെയും നമ്മൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മനുഷ്യന്റെ ജീവന് വേണ്ടിയിട്ടാണ് കേരളം മൊത്തം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ഈ കേന്ദ്രത്തിൽ നിന്ന് കർണാടകയിലേക്ക് വിളി പോകുന്നു, മറ്റുള്ള ആളുകളിലേക്ക് പോകുന്നു. അപ്പോൾ അവിടെയുള്ളൊരു ഒരു ഒരു ഡ്രൈവർ പറഞ്ഞത്, നിങ്ങളുടെ മുതലാളിക്ക് ആരോടാണ് ഇത്ര ബന്ധം എന്ന് പറഞ്ഞപ്പോൾ അതാണ് അതെ. അപ്പൊ പറഞ്ഞത് ഉന്നത സ്വാധീനമല്ല, മലയാളിയാണ് അവിടെ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മലയാളി എന്നല്ല, ഇന്ത്യക്കാരൻ എന്നല്ല, ഓരോ മനുഷ്യന്റെയും ജീവൻ അത്രമേൽ വില കൽപ്പിക്കുന്ന ആളുകളുണ്ട്. ഇത് കാണുമ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും അതുപോലെ തന്നെ ഈ എന്താണ് നമുക്ക് CPR കൊടുക്കുന്ന ആളുകൾക്കും ഒക്കെ എത്രത്തോളം അവരുടെ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടെന്ന് ഒരു ഡോക്ടറിനോട് പറഞ്ഞത്. ഇങ്ങനെ പോയി ചാടി മരിക്കുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നതെന്നാണ്. കാരണം ഇവർ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെടുകയാണ്, ഒരു സംവിധാനം ഒന്നാകെ കഷ്ടപ്പെടുകയാണ്. ഈ എന്ത് കാര്യത്തിനും അല്ലെങ്കിൽ എന്ത് റിസ്ക് എടുത്തുകൊണ്ടും നമ്മൾ ട്രെൻഡിങ് ആവാൻ വേണ്ടി, വൈറലാവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു 100 വട്ടം ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം ഈ പറഞ്ഞതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതൊരു ക്രിഞ്ച് ആയാൽ പോലും എനിക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ വീട്ടിലിരിക്കുന്ന അമ്മയെയും അച്ഛനെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും ഒക്കെ ഓർക്കണം. ഒരുപാട് ആളുകളുടെ ഈ അവരവരെ പറ്റിയും കൂടെ നമ്മൾ ആലോചിക്കണം എന്നുള്ളത് തന്നെയാണ്. കാരണം നമ്മൾ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളൊന്നും അറിയുന്നില്ല. പക്ഷേ അതിനെ തുടർന്ന് ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ മരണപ്പെട്ടു പോയത് കൊണ്ട് വേറെ ആർക്കും മറ്റാർക്കും ഒന്നും വരാനില്ല. അതോടെ ആ ചർച്ച അവസാനിക്കും. പക്ഷെ പ്രിയപ്പെട്ടവരുടെ അത് അങ്ങനെയല്ല. എന്തായാലും വരും തലമുറയെങ്കിലും ഇത്തരം ഒരു ഈ ഒരു സ്വഭാവത്തിൽ നിന്ന് കരകയറാനുള്ള അല്ലെങ്കിൽ കരകയറ്റാനുള്ള ചില പദ്ധതികൾ കൂടി സർക്കാരും മറ്റുള്ള ആളുകളും കൂടി ആവിഷ്കരിക്കേണ്ടതുണ്ട് എന്നുള്ളതൊരു സത്യം തന്നെയാണ്.